നമസ്കാരം, കുട്ടികളും സുവർസാറാണ്. നമ്മളിന്ന് +1 ഇംപ്രൂവ്മെന്റ് റെഗുലർ അവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ചാപ്റ്റർ നോക്കിക്കേ, ഇത് ഏത് ചാപ്റ്ററിലെ ആയിരിക്കാം തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അത്ര ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ് കുട്ടികൾക്കെല്ലാം. അതിനുള്ളിൽ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇതൊന്നും മിക്ക കുട്ടികളും ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്ത് പഠിച്ചിട്ടേ ഇല്ല, കണ്ടു കാണത്തതേ ഇല്ല. മിക്കവാറും ക്ലാസ്സുകളിലും ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പോഴത്തെ എക്സാമിന് വരാൻ സാധ്യത കൂടുതലുമാണ്. ഓക്കെ, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നു, പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതിനൊക്കെയുള്ള കുഴപ്പമേ ഉള്ളൂ. ക്വസ്റ്റൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ if the line k minus 3 into x minus of 4 minus k square into y plus k square minus 7k plus 6 equals 0 is parallel to x axis. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും അങ്ങോട്ട് ഡ്രോ ചെയ്യുന്നു. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഇങ്ങനെ എക്സ് ആക്സിസിന് എന്തായിട്ട് വരണം? പാരലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ കെയുടെ ഒക്കെ പ്ലേസിൽ ഏത് നമ്പർ വരണം? അതാ നമ്മുടെ ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടല്ലോ. കെയുടെ പ്ലേസിൽ ഒരു പർട്ടിക്കുലർ നമ്പർ വന്നെങ്കിൽ മാത്രമേ ആ ലൈൻ എക്സ് ആക്സിന് എന്താവുള്ളൂ? പാരലാകത്തുള്ളൂ. ഒരു കറക്റ്റ് നമ്പർ വരണം, കറക്റ്റ്. ആ നമ്പർ അല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാരലാവില്ല. അപ്പൊ പാരലാകണമെങ്കിൽ കെയുടെ വാല്യൂ എത്ര ആയിരിക്കണം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്തത് വേണ്ടത്. ഓക്കെ, ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ദെൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന 1 മാർക്ക് ക്വസ്റ്റ്യനോ. ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ദെൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു ലൈൻ എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് 0 എന്ന് പറയാനുള്ള കാരണം എന്താ? നമുക്കറിയാം, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എക്സ് ആക്സിനെ മുട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടോ, എക്സ് ആക്സിനെ മുട്ടുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളിന്റെ ടാൻ വാല്യൂ ആണ്. ടാൻ വാല്യൂ ഇപ്പൊ ഇവിടെ ഇപ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ 45. ആൻസർ ഈസ് 1. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ലൈൻ എക്സ് ആക്സിനോട് പാരലൽ ആയതുകൊണ്ട് ഒരിക്കലും എക്സ് ആക്സിനെ അത് മുട്ടത്തില്ല. ശരിയല്ലയോ? ഇതിപ്പോ ഇങ്ങനെ മുട്ടുമ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്തു, അപ്പൊ മുട്ടാതിരുന്നാൽ ആംഗിൾ ഫോം ചെയ്യുന്നില്ല. അപ്പൊ ആംഗിൾ ഇവിടെ എത്രയാണ്? 0 ആണ് അല്ലെ. ഈ ലൈൻ എക്സ് ആക്സിനോട് മുട്ടാത്തതുകൊണ്ട് ആംഗിൾ 0 ആണ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ 0. ടാൻ 0 എത്ര മോനെ? 0. അതാണ് സ്ലോപ്പ് എത്ര ആവുന്നത്? 0. അപ്പം ഒരിക്കലും മറന്നു പോകല്. ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ദെൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ നമ്മൾ സ്ലോപ്പിനെ കണ്ടുപിടിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്നാൽ സ്ലോപ്പിനെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. ഓക്കെ, അപ്പോൾ that is minus coefficient of x divided by coefficient of y is equal to എഴുതാം 0. That is minus into x ന്റെ കോഎഫിഷ്യന്റ് k minus 3 that is in bracket by y യുടെ കോഎഫിഷ്യന്റ് നമ്മൾ minus of 4 minus k square minus of 4 minus k square is equal to 0. ഓക്കെ, അത് മൈനസ് a by b എന്നൊക്കെ പഠിച്ചിട്ടില്ലയോ? അതൊക്കെ തന്നെ സംഭവം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിന് നമ്മുടെ സൂപ്പർ ക്വസ്റ്റൻസുകൾ, എക്സ്ട്രാ ക്വസ്റ്റൻസുകൾ, ക്വസ്റ്റൻ പാക്കേജ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ ഫുൾ ക്ലാസ്സസ്, പിന്നെ റിവിഷൻ ക്ലാസ്സസ് എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം തന്നിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പോവാം. ഓക്കെ, പിന്നെ 2 മൈനസ് പ്ലസ് ആയി, ഇതങ്ങ് വെട്ടിപ്പോയി. ഇയാളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ k minus 3 ഈസ് ഈക്വൽ ടു ഇതേ ഇൻറ്റു 0. എത്ര കിട്ടും? 0. ഇപ്പൊ k minus 3 0, k ഈസ് ഈക്വൽ ടു -3 അപ്പുറത്ത് വരുമ്പോൾ +3 തീർന്നു. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ ആരായിരിക്കണം? 3 ആയിരിക്കണം. അപ്പോൾ ഈ കെയുടെ വാല്യൂ 3 ആവുന്ന സമയത്ത് നമ്മുടെ ഈ ലൈൻ എക്സ് ആക്സിന് എന്തായിരിക്കും? പാരലായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇതിലൊക്കെ സിമ്പിൾ ഒക്കെ ചെയ്യാം, പക്ഷെ നമുക്കതൊന്നും കാര്യം മനസ്സിലാകത്തില്ല. കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.